സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നമ്മോടൊപ്പം ആയിരിക്കുന്ന ഈശോയുടെ ഉത്ഥാനം ചെയ്ത ആത്മീയ സാന്നിധ്യം നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മെ നയിക്കുന്നത്, തിരുസഭയെ നയിക്കുന്നത് ഉത്ഥാനം ചെയ്ത യേശുവാണ്. ആത്മീയ തലത്തിൽ നമ്മെ നയിക്കുകയാണ്. കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈശോ തോമാശ്ലീഹയോട് പറഞ്ഞ പോലെ, എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ഈശോ വചനം മാംസം ധരിച്ചവൻ ഈ ഭൂമിയിൽ നമ്മുടെ സകല പാപങ്ങളെയും, നമ്മളുടെ കുറവുകൾ, നമ്മുടെ ഉള്ളിലേക്ക് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇന്നും വഹിക്കുന്നവരാണ്. നമ്മൾ അറിയേണ്ടത് ഈശോ അതെല്ലാം കാൽവരിയിൽ ഏറ്റെടുത്തതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇതാണ്: നമ്മുടെ സകല പാപങ്ങളും എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് തെറ്റിപ്പോയി എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതെല്ലാം യേശു ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മളത് അറിയണം, വിശ്വസിക്കണം. ആ ഒരു ഉറപ്പാണ് നമുക്ക് ശക്തി. ഈ ഭൂമിയിൽ സാത്താൻ നമ്മളെ പലപ്പോഴും കുറ്റബോധവും ആന്തരിക മുറിവുകളും തെറ്റായ ഒത്തിരി ധാരണകളൊക്കെ നമ്മുടെയും സകല മനുഷ്യൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. ആണ് ബൈബിളിൽ ഭയപ്പെടേണ്ട 365 പ്രാവശ്യത്തേക്കുള്ളുണ്ടെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. നമ്മളെ സാത്താൻ എന്ന് ഭയപ്പെടുത്തുകയാണ്. ഒന്നിനും കൊള്ളില്ല, നീ അങ്ങനെയായിരുന്നു, ഇങ്ങനെ ദൈവം നിന്നെ കൈവിട്ട്, ദൈവം നിന്നെ രക്ഷിക്കുകയില്ല, നീ നിനക്കത് സംഭവിക്കുന്നതെല്ലാം നിൻ്റെ ഈ കുഴപ്പം കൊണ്ടാണ്. റോമർ 8 ഒരു വചനം ഇങ്ങനെ പറയുന്നു, ഒറ്റ വാക്ക്: ഇപ്പോൾ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഇപ്പോൾ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. നമ്മുടെ സകല പാപങ്ങളെയും, നമ്മുടെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും മരിച്ചുപോരുടെയൊക്കെ നമ്മൾ ഈ ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ചുമ്മാതല്ല, നമ്മുടെ സഹനമൊക്കെ അവർക്ക് വേണ്ടി ഈശോയുടെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു, നമ്മുടെ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഏറ്റുപറഞ്ഞ പാപത്തിന് നമ്മൾ പരിഹാരമായിട്ട്, നമ്മളോട് പുരോഗതിന് ഒരു പ്രായശ്ചിത്തമായിട്ട് ചിലപ്പോൾ ഒരു കൊന്തയെല്ലാം പറഞ്ഞു നിന്നിരിക്കും. അല്ലെങ്കിൽ ഇത്ര നന്മ പറഞ്ഞവരും ചെല്ലാം, അത് വെറും നിഴൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മളെ കർത്താവ് കൈക്ക് പിടിച്ച് നമ്മുടെ ഓരോ അശുദ്ധിയും, നമ്മളിൽ വന്നുചേർന്ന സകലതും തിരുസഭയിലായിരിക്കുമ്പോൾ, അവനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളെ അവിടുന്ന് വിശുദ്ധീകരിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കണം. ചുമ്മാതെ ഇങ്ങനെ സഭയിലായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതല്ല. നമ്മൾ നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളുടെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മൾ വചനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരണം. ഈശോ എന്താണ് ചെയ്തതെന്ന് അറിയണം. കർത്താവ് ഒരിക്കലും മുഖം നോക്കി നമ്മുടെ സകലമാകാം. ഈശോ പറഞ്ഞു, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, ഞാൻ വന്നത് പാപികളെ തേടിയാണ്. നമ്മൾ പാപം ചെയ്ത് നമ്മളെ തേടിയാണ് ഈശോ വന്നത്. പുറകോട്ട് ചിന്തിച്ചാൽ ഞാൻ പറയും, പാപത്തിൽ ജീവിച്ചിരുന്ന യേശുവിനെ അറിയിച്ചിരുന്ന എന്നെ, എൻ്റെ കുടുംബത്തെ യേശു കണ്ടുമുട്ടി. ബൈബിളിൽ അനേക സംഭവം ഉണ്ടല്ലോ. സക്കേവൂസിൻ്റെ വീട്, അവരെ ഞാൻ ഒരു തരത്തിൽ യോഗ്യത, മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. ശുങ്കക്കാരനാണ്, പാപികളിൽ പ്രധാനിയാണ്. അടുത്തു വരാൻ യഹൂദ പ്രമാണികളും പുരോഹിതന്മാരും ഒക്കെ അടുത്തു വരാൻ അനുവദിച്ചിരുന്നില്ല, ഓടിച്ചിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു സക്കേവൂസ്. അപ്പോൾ യേശുവിനെ കാണാനായിട്ട്, യേശുവിൻ്റെ അടുത്ത് വരാൻ പോലുള്ള യോഗ്യതയൊന്നും ഇല്ല എന്ന് കരുതി മരത്തിന് മുകളിൽ ആഗ്രഹമുണ്ട്, ഇവനെ ഒന്ന് കാണണം, എന്താണ് നടക്കുന്നത്. യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടു. നമുക്കറിയാം, ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ യേശു നേരെ മുകളിലേക്ക് നോക്കി. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നടന്നതാണ്. നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകളും നിരാശയുടെയും കുറ്റബോധത്തിൻ്റെയും, നമ്മുടെ തന്നെ ആയിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, മക്കളെക്കുറിച്ചായിരിക്കാം, നമ്മുടെ ജോലി സമ്പത്താൻ എന്തോ ആവട്ടെ, ദൈവം എന്നെ ശിക്ഷിച്ചു, ദൈവം എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ആ മരത്തിൻ്റെ മുകളിൽ നമ്മൾ ഇരുന്നപ്പോൾ യേശുവും അവിടെ നിന്ന് നമ്മളെ വിളിച്ച് താഴേക്ക് ഇറങ്ങാം. പേര് വിളിച്ചു സക്കേവൂസ് എന്നാണ് വിളിച്ചു. നമ്മുടെയൊക്കെ പേര് ചൊല്ലി നമ്മളെ വിളിക്കുന്ന ദൈവമാണ്, നമ്മളെ അറിയുന്ന ഒരു ദൈവം. ഇതിലൂടെ നമ്മളൊരിക്കലും സംശയിക്കരുത്. ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, യേശുവിന് അല്ലേ സഹനമുണ്ട്. നമുക്ക് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അത് ഈ ലോകത്തിൻ്റെതാണ്. അത് ലോകത്ത് നമുക്കുണ്ടായിരിക്കും. യേശുവിനെ പോലെ സഹിച്ച ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധ അമ്മയെപ്പോലെ സഹിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല.
നമുക്കതിൻ്റെ 1000-ലൊന്നും ഇല്ലല്ലോ. അവൻ നമുക്ക് വേണ്ടി സഹിച്ചുകൊണ്ട് അല്പം നമുക്ക് എടുക്കാൻ പറ്റുന്നത് മാത്രം നമുക്ക് അനുവദിച്ചുകൊണ്ട്, അല്ലേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ സ്വയം പരിത്യജിച്ച്, എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കേണ്ട, ഇത് എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഇത് യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള സഹനം ദൈവം അനുവദിച്ചാണ്. ഇങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ പരിപൂർണതയിൽ പങ്കാളിയായി തീർന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ എന്തിനാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? യഥാർത്ഥത്തിൽ യേശുവുമായി ഒന്നായിത്തീരുന്ന വിശുദ്ധ കുർബാനയിലൂടെയാണ്. ബാക്കി നമുക്ക് വചനത്തിലൂടെ ഒക്കെ പറയാം, ധ്യാനിക്കാം, ചിന്തിക്കാം, ഏറ്റുപറയാം. പക്ഷെ പ്രവൃത്തിയിൽ യേശുവുമായി ഒന്നായിത്തീരുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ യേശു ക്രിസ്തുവാണ് പുരോഹിതൻ്റെ വേഷമിട്ട് യേശു വരികയാണ് അവിടെ. അപ്പം നമ്മൾ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ വന്നിരിക്കണം. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മളിപ്പം സ്റ്റേറ്റിൻ്റെ ഗവർണറോ പ്രസിഡൻറ്റോ അല്ല നമ്മുടെ ജോലിയിലെ പ്രസിഡൻറ്റോ ഒക്കെ വന്നിരിക്കുന്ന ഒരു വേദിയിൽ നമ്മളെ ഇരുത്തിയിട്ടുണ്ട്. അവരെല്ലാം വന്നു കഴിഞ്ഞ് അതിൻ്റെ ഇടയിലൂടെ നമ്മളവിടെ കയറിപ്പോകാൻ നമ്മൾ പോകാൻ പറ്റത്തില്ല. യേശു ബലിവേദിയിലേക്ക് അണയുന്നതിന് മുമ്പേ നമ്മളവിടെ സന്നിഹിതരായിരിക്കണം. ഇത് വലിയൊരു കാര്യമാണ്. യേശുവിന് കുഴപ്പം, പക്ഷെ നമ്മളവനെ ബഹുമാനിക്കുന്നവൻ്റെ അവനുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ബലിയർപ്പണത്തിന് 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ വന്നിരിക്കണം ദേവാലയത്തിൽ. അവന് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ. ക്രിസ്തുവാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ മക്കളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ സകല പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത എഴുന്നള്ളി വരികയാണ്. 2000 വർഷം മുമ്പ് ബലിയർപ്പിച്ച അതേ ബലി തന്നെയാണ്, വേറൊരു ബലിയൊന്നുമില്ല. ഇതിനാണ് ഞാൻ പറഞ്ഞത്, യേശു പുരോഹിതൻ്റെ വേഷം ധരിച്ച് അവിടെ നിൽക്കുന്നു. നമ്മുടെ ഇടവകവാരുടെ രൂപത്തിലേക്ക് നമ്മൾ കാണുന്നത്. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ അങ്ങനെയാണ് കണ്ടത്, ഒരു അപരിചിതനെ പോലെയാണ് കണ്ടത് യേശുവിനെ. എന്നാൽ അപ്പം മുറിച്ചപ്പോഴാണ് അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ കുർബാന അർപ്പിച്ച്, സത്രത്തിലെത്തിയപ്പോൾ കുർബാന അർപ്പിച്ച് ആ അപ്പം മുറിച്ച് പ്രാർത്ഥിച്ച്, കുർബാന ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, ഇതെൻ്റെ ശരീരമാകും, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുമെന്ന് യേശു ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും അവരുടെ അപ്പമാണ്, അവർ കൊണ്ടുവന്നാണ് മേടിച്ചത്. ഞാൻ പറയും, നമ്മുടെ അപ്പം എന്താ? നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകൾ, ഇതൊക്കെ അപ്പം ഉയർത്തുമ്പോൾ പറയണം, കർത്താവേ, ഞാനതോടൊപ്പം സമർപ്പിക്കുന്നു. എൻ്റെ വേദനകളും, എൻ്റെ രോഗങ്ങളും, എൻ്റെ പ്രശ്നങ്ങളും, എൻ്റെ മക്കളുടെ പ്രശ്നങ്ങളും, എൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയവരുടെയും എല്ലാം അപ്പത്തിലേക്ക് നമ്മൾ സമർപ്പിക്കണം. അതുപോലെ വീഞ്ഞ് ഉയർത്തുമ്പോൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, വീണ്ടും ഓർപ്പിക്കുകയാണ്. അതായത് നമ്മുടെ സകല അശുദ്ധി, നമ്മുടെ സകല പാപങ്ങൾ, അതിൽ 1 യോഹന്നാൻ 1:7 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം സകല അശുദ്ധിയിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചു, ആ മുന്തിരിച്ചാർ നമ്മുടെ പ്രതീകമാണ്, അപ്പവും ഗോതമ്പും നമ്മുടെ പ്രതീകമാണ്. കാരണം മണ്ണിൽ നിന്നും എടുത്തതാണ്. ഫ്രൂട്ട് ഓഫ് ദ വേൾഡ് എന്നാണ്, ഫ്രൂട്ട് ഓഫ് ദ വേൾഡ്, വർക്ക് ഓഫ് ദ ഹ്യൂമൻ ഹാൻഡ് എന്നാണ് അപ്പവും വീഞ്ഞു ഉയർത്തുമ്പോൾ എടുത്ത് പറയുന്നുണ്ട്. ഫ്രൂട്ട് ഓഫ് ദ വൈൻ, വർക്ക് ഓഫ് ദ ഹ്യൂമൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രതീകമാണ് അപ്പവും വീഞ്ഞും. ആ മണ്ണിൽ നിന്നും വളം വലിച്ചെടുത്ത് ഗോതമ്പ് മണികളായി മാറി അത് പൊടിച്ചെടുത്ത അപ്പമാണ് ആ വെളുത്ത അപ്പം. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വലിച്ചെടുത്ത എന്തെല്ലാം മാലിന്യങ്ങളും അശുദ്ധിയും വെറുപ്പും വിദ്വേഷവും ജഡമോഹങ്ങളും നിരാശയും കുറ്റബോധവും ഒക്കെ നമ്മളിൽ അടിഞ്ഞിരിക്കുന്നില്ലേ? ആ ഗോതമ്പ് മണിയുടെ അപ്പം പോലെ നമ്മളും ലോകത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട അനേക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. അപ്പത്തോട് ചേർന്ന് നമ്മളെ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വീഞ്ഞും. ചത്തതും ചീഞ്ഞതുമായ ഏറ്റവും കൂടുതൽ വളവതാണല്ലോ ചത്തതും ചീഞ്ഞതും ഒക്കെ. അതൊക്കെ മുന്തിരിയുടെ ചുവട്ടിലിട്ടിട്ട് അത് വലിച്ചെടുത്ത് മുന്തിരി ആ കായുണ്ടായി, മുന്തിരി പഴമായി, അത് പിഴിഞ്ഞെടുത്ത ചാറാണ് ആ മുന്തിരിച്ചാറ്. അത് വലിയ ആൽക്കഹോൾ കണ്ടൻ്റുള്ളൊന്നോ വീഞ്ഞൊന്നും അല്ലത്. അതൊരു മുന്തിരിച്ചാറെന്ന് വേണേൽ പറയാം. ഞാൻ പറയും, ഇങ്ങനെ നമ്മളെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്താൽ എന്തായിരിക്കും കിട്ടുന്നത്? സകല അശുദ്ധിയും, സകല മാലിന്യവും, സകല മനക്ഷോഭവും, സകല വാശിയും, വിദ്വേഷവും, വൈരാഗ്യവും. എനിക്ക് എങ്ങനെയെങ്കിലും പണക്കാരനാണ്, ഈ ലോകത്തെ ഏറ്റവും സമ്പന്നനാണ്, ആരെല്ലാം നശിച്ചാലും കുഴപ്പമില്ല. നമ്മളിലുള്ള സകല മാലിന്യങ്ങൾ, അശുദ്ധി, മനക്ഷോഭം, നമ്മളൊന്ന് ഞെക്കിപ്പിഴിഞ്ഞാൽ എന്തായിരിക്കും? അതെല്ലാം കൂടി നമ്മളെ വീഞ്ഞിലേക്ക് സമർപ്പിക്കണം. നമ്മുടെ സകല അശുദ്ധി, സകല മാലിന്യമുള്ളൊരു കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചവെപ്പിന് ഞാൻ നേരത്തെ വരണം, ഒരുങ്ങി എന്തെല്ലാമാണെന്ന് കൊടുക്കാനുള്ള തീരുമാനം എടുക്കണം.
ആ കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ യേശു അപ്പം എടുക്കുമ്പോൾ എന്നെയും നിങ്ങളെയാണ് കയ്യിലെടുക്കുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളാണ് കയ്യിലെടുക്കുന്നത്. തൻ്റെ കാൽവരിയുടെ യോഗ്യതയാൽ അത് ഇല്ലാതായി തീരാൻ പോവുകയാണ്. അവിടെ ഒരു വിശുദ്ധ കുർബാന ഒരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ, നമ്മളത് വിശ്വസിക്കണം. അതെ, ആ അപ്പവും വീഞ്ഞും കൂദാശ വചനങ്ങൾ തൻ്റെ ശരീരവും രക്തവുമായി മാറുമ്പോൾ നമ്മൾ അവൻ്റെ ശരീരവും രക്തവുമായി തീരുകയാണ്, അവൻ്റേതായി മാറുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ യേശു നമ്മളെ വിശുദ്ധ കുർബാനയിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. ആദ്യം നാം അവൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അവൻ നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഈശോ പറഞ്ഞു യോഹന്നാൻ 14:20, ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ പിതാവിൻ്റെ ഉള്ളിൽ, അതായത് പിതാവിൻ്റെ ഉള്ളിൽ, പിതാവിൻ്റെ മനസ്സിൽ, പിതാവിൻ്റെ ചിന്തയിൽ, പിതാവിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ഒരിക്കലും പറ്റുകയില്ലായിരുന്നു. ഇത്രമാത്രം ദൈവത്തെ വേദനിപ്പിച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ് നമ്മൾ. ഒരു രീതിയിലും നമുക്ക് പിതാവിൻ്റെ ഉള്ളിൽ ദൈവസ്നേഹത്തിൽ ആയിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഈശോ പറഞ്ഞെന്താ, നമ്മൾ ആ വചനം ഒന്ന് തുറക്കുകയാണെങ്കിൽ കാണാം, ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ പിതാവിൻ്റെ ഉള്ളിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും ഞാൻ നിങ്ങളുടെ ഉള്ളിലുമാണെന്ന് നിങ്ങൾ അറിയും. ഇതാണ് നമ്മുടെ ജീവിതം, ഈ ഭൂമിയിൽ പൂർണ്ണമായ ജീവിതം. അതെ, പിതാവിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് പിതാവിൻ്റെ ഉള്ളിലാണ് യേശു, അല്ലേ? ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മാമോദീസ സമയത്ത് കേട്ടു, താബോർ മലയിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട്, അതും ഭൂമിയിൽ 33 വർഷം ജീവിച്ചിട്ടും, അല്ലെ 3 വർഷത്തെ സുവിശേഷ വേലയ്ക്ക് ശേഷം ഏറ്റവും ഒടുവിലും പിതാവ് വിളിച്ചു പറയുകയാണ് താബോർ മലയിൽ, ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. പിതാവിൻ്റെ ഉള്ളം നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശോ. ആ ഉള്ളിൽ കയറാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഈശോ എന്താ ചെയ്തത്? നമ്മളെ യേശു സ്നേഹിച്ചു. നാം പാപികളായിരിക്കെ അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ്റെ ഉള്ളിൽ നമ്മളെ കയറ്റി. നമ്മളറിയണം, നാം പാപികളായിരിക്കെ. പൗലോസ് പറയുന്നുണ്ട് എഫേസ്യർ 2:8, ഈ ഒരു അറിവാണ് വിശ്വാസം, ഈ ഒരു അറിവ്, ഞാൻ പാപിയായിരിക്കെ അവൻ എന്നെ സ്നേഹിച്ചു, എന്നെ തേടിയാണ് അവൻ വന്നത്. നാം വിശ്വാസം വഴി കൃപയാലാണല്ലോ നാം രക്ഷപ്പെട്ടത്, നമ്മുടെ ആരുടെയും ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. നമ്മൾ കുറേ പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് കുറേ ചടങ്ങുകളൊന്നുമല്ല. ദൈവം നാം പാപികളായിരിക്കും നമ്മെ സ്നേഹിച്ച്, യേശു നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ തൻ്റെ ഉള്ളിൽ സ്വീകരിച്ചു. യേശുവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നത്. പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ, അല്ലേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെയും പരിശുദ്ധനായ അമർത്തിനെ നമ്മൾ പറയുമ്പോൾ ആ ദൈവസന്നിധിയുടെ അടുത്ത് പോലും വരാൻ പറ്റാത്ത, പുറപ്പാട് 19 കാണുന്നത് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കർത്താവ് പറഞ്ഞു അവരെൻ്റെ അടുത്ത് വരരുത്, വന്നാലും മരിക്കും. ഇത്രമാത്രം അശുദ്ധിയാണ്. മലയുടെ ചുറ്റും വേലി കെട്ടുക എന്ന് പറഞ്ഞു. നമ്മുടെ ഉള്ളിലേക്ക് ദൈവം ഇറങ്ങി വരാൻ വേണ്ടി യേശു എല്ലാം, അല്ലേ, ഞാൻ പറയും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഓരോ നിമിഷവും യേശുവിൻ്റെ ഉള്ളിലാവുകയാണ്. അതായത് ഇന്നലെ ഓർപ്പിച്ചു, യേശു നമ്മളെ അവൻ്റെ ഉള്ളിൽ, ആ കൂദാശ ഉച്ചരിക്കുമ്പോൾ നാം അപ്പത്തോട് വീഞ്ഞോ നമ്മളെ കാഴ്ചവെച്ചെങ്കിൽ നാം അവൻ്റെ ഉള്ളിലാവുകയാണ്. കൂദാശ ഉച്ചരിച്ച് കഴിയുമ്പോൾ നാം അവൻ്റെ ഉള്ളിലാവുകയാണ്. യേശു തൻ്റെ പീഡാസഹനത്തിന് മുമ്പായിട്ട് നമ്മെ അവൻ്റെ ഉള്ളിൽ സ്വീകരിച്ചു. യേശുവിന്റെ പീഡാസഹനത്തിന് മുമ്പായിട്ട് യേശു ലോകം മുഴുവനുള്ള സകല അശുദ്ധിയെയും സകല പാപികളെയും യേശുവിന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. കുർബാന സ്ഥാപനത്തിലൂടെ യേശു കുരിശിൽ തൂങ്ങിയപ്പോൾ നാം അവൻ്റെ ഉള്ളിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രൂശിക്കപ്പെടാൻ, പഴയ നിയമത്തിലെ നിയമം അനുസരിച്ച് നമ്മൾ ക്രൂശി തറയ്ക്കപ്പെടേണ്ടവരാണ്. നിയമാവർത്തനം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. നമ്മുടെ പാപത്തിന് ശാപം പോലെ നമ്മൾ കുരിശിൽ തറയ്ക്കപ്പെടേണ്ടവരാണ്. എന്നാൽ യേശു നമ്മളെ സ്നേഹിച്ചുകൊണ്ട് യേശു നമ്മളെ തൻ്റെ ഉള്ളിലാക്കിയപ്പോൾ, അവൻ കുരിശി കിടന്നപ്പോൾ നമ്മൾ അവൻ്റെ ഉള്ളിലാണ്. നമ്മൾ ക്രൂശിക്കപ്പെടേണ്ടതിന് പകരം യേശു നമുക്കായി ക്രൂശിക്കപ്പെട്ടു. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, ചുമ്മാ ഒരു ചടങ്ങൊന്നും ആയിരുന്നില്ല. അവൻ കുരിശിൽ മരിച്ചപ്പോൾ നമ്മളെയും കൊണ്ടാണ് മരിച്ചത്. പാതാളത്തിലേക്ക് ഇറങ്ങിയിട്ട് കല്ലറയിൽ കിടന്നപ്പോൾ നമ്മൾ അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ കിടക്കേണ്ട നിത്യമായ നമ്മളായിരിക്കേണ്ട സ്ഥലമാണ് നരകം. പാപം മൂലം അവിടേക്ക് നമ്മളെ അവൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് ഇറങ്ങി അങ്ങോട്ടേ.
എന്നിട്ട് അവിടെ കിടന്നില്ല. അവൻ്റെ ആത്മശക്തിയാൽ അവൻ അവിടെ നിന്ന് തിരിച്ചു കയറി, നമ്മളെയും കൊണ്ട്, എന്നെയും നിങ്ങളെയും കൊണ്ട്. നമ്മളെല്ലാം ഉണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ. ആത്മീയമായിട്ട് പറയുമ്പോൾ അവനെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. നമ്മൾ അവിടുന്നാണ് വന്നത്. പിതാവിൻ്റെ സ്നേഹമാണ് നമ്മുടെ ആത്മാവ്. ശരീരവും മനസ്സും അപ്പനിൽ നിന്നും അമ്മയിൽ നിന്ന് കിട്ടുക. പലപ്പോഴും ചിന്തിച്ചാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നും കിട്ടിയതാണ്. അപ്പം നമ്മുടെ ആത്മീയമായിട്ടാണ് ഇനി പറയുന്നത്. നമ്മുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് കയറിയിട്ട് അവിടെ നമുക്കൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. നമുക്കൊരു സ്ഥലം റിസർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മളത് അറിയേണ്ടതാണ്. കൊളോസ്യർ 3 പൗലോസ് പറയുന്നുണ്ട് അത്. അപ്പോൾ നമ്മളിപ്പോൾ തിരുസഭയിലായിരിക്കുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഉള്ളിലാണ്. എന്ന് പറയാൻ കാര്യം ഇന്നത്തെ ചിന്തകൾ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഇന്ന് വിശുദ്ധ ബർത്തലോമിയോ തിരുനാളാണ് സഭ ഓർക്കുന്നത്. എന്ന് പറയുമ്പോൾ നഥാനിയേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു പേര്, നഥാനിയേൽ. ഇന്ന് സുവിശേഷത്തിൽ യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകഗ്രന്ഥങ്ങളിൽ ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു, അവനെ ജോസഫിൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനിയേൽ തൻ്റെ അടുത്ത വചനമാണ് 47 യോഹന്നാൻ 1:47. നഥാനിയേൽ തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ നോക്കിക്കൊണ്ട് ഇതാ നിഷ്കപടനായ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് ഈശോയ്ക്ക് നമ്മളെ നോക്കി പറയാൻ പറ്റുമോ? ആയിരിക്കണം. ഇല്ലേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തൊന്നുമില്ല. നമ്മളെന്തെല്ലാം ചെയ്താലും ഇതാ യഥാർത്ഥമായ നിഷ്കപടനായ ഒരു ക്രിസ്ത്യാനി എന്ന് യേശുവിനെ അനുഗമിക്കുന്നവൻ നമ്മെക്കുറിച്ച് പറയാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് 1-ാമത്തെ വായന എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് പരിപൂർണമായി വെളിപാട് 21 ഇങ്ങനെ പൂർണ്ണത പ്രാപിച്ച സഭ, വിശുദ്ധീകരണം പ്രാപിച്ച സഭ, നിഷ്കളങ്കമായ ഹൃദയമുള്ളവൻ, അല്ലേ? കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? നിഷ്കളങ്കമായ ഹൃദയമുള്ളവൻ, പരമാർത്ഥ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ. നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. സങ്കീർത്തനം 24 സങ്കീർത്തനം 15 കർത്താവിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും? പ്രിയമുള്ളവരെ, ഇത് യേശുവിൻ്റെ പൂർണ്ണത. അതായത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് തിരുസഭ ആയിരിക്കുകയാണ് അവൻ്റെ ഉള്ളിൽ, യേശുവിൻ്റെ ഉള്ളിലായതുകൊണ്ട്. വെളിപാട് 21:10 അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. അവിടെ 12 അപ്പസ്തോലന്മാരും 12 കവാടങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതായത് 12 ഗോത്രങ്ങൾ, ലോകമെമ്പാടുമുള്ള മനുഷ്യർ 12 ഗോത്രങ്ങളിലാണ്. പണ്ട് പുറകോട്ട് പോവുകയാണെങ്കിൽ എല്ലാ ജാതി ജനതകളും ഉണ്ട് 12 ഗോത്രങ്ങളിൽ. അപ്പം എല്ലാ ഗോത്രങ്ങളും, എല്ലാ ജാതി ജനതകളും, അതാണ് ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന, ഞാൻ ഇടയ്ക്കൊക്കെ ഓർപ്പിച്ചു, യേശുവിൻ്റെ ജനന സമയത്ത് സ്വർഗത്തിലും ദൂതന്മാരും സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത. യേശു ക്രിസ്ത്യാനികളെ മാത്രമല്ല, നമ്മൾ ഏതെല്ലാം ജാതി ജനതകളുണ്ടോ അവരെല്ലാം കർത്താവ് കാൽവരിയിൽ തൻ്റെ ശരീരത്തിന് അർപ്പണത്തിലൂടെ വീണ്ടെടുത്ത്. നമ്മളത് അറിയണം. ഇത് ലോകമെങ്ങും പോയി, അല്ലേ? ലോകമെങ്ങും പോയി സകല ജാതികളോട് ഈ സദ്വാർത്ത അറിയിക്കാം. യേശു ക്രിസ്തു അവർക്ക് വേണ്ടി, അവരാരുമായ ക്രിസ്ത്യാനിയോ മുസൽമാനോ യഹൂദനോ പാർസിയോ, യേശു ക്രിസ്തു അവർക്ക് വേണ്ടി കൂടി കുരിശിൽ മരിച്ച് അവരുടെ പാപത്തിന് പരിഹാരം ചെയ്തുവെന്ന് അവർക്ക് അറിയില്ല. അവരത് അറിയണം. ഇതാണ് സഭയുടെ ദൗത്യം. വേറൊന്നുമില്ല ഇന്ന് ഭൂമിയിൽ. അറിയണ്ടോ? നമ്മുടെ ചുറ്റുപാടുള്ളവർ അറിയാനായിട്ട് നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ഓടുന്നു. കഴിഞ്ഞ എസെക്കിയേൽ പറഞ്ഞ പോലെ, നിങ്ങൾ അശുദ്ധമാക്കി എൻ്റെ നാമം, നിങ്ങൾ ചെന്നിടത്തൊക്കെ നിങ്ങൾ വലിയ ആൾക്കാരാന്ന് പറഞ്ഞ് നിങ്ങൾ അശുദ്ധമാക്കി എൻ്റെ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വരും കാലങ്ങളിൽ അത് സംഭവിക്കും. ആ നാളുകളിൽ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. തമ്പുരാൻ മുമ്പിലേക്ക്. അതായത് യഥാർത്ഥ നിഷ്കളങ്കമായ ഒരു ജീവിതം നമ്മളൊന്നൊന്ന് ആലോചിക്കണം. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. പൗലോസ് റോമർ 9 പറയുന്നുണ്ട്. റോമർ 12:9 നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിഷ്കപടമായ സ്നേഹം.
തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. ജാതി ജനതകളൊന്നൊന്നുമില്ല. എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. അത് ദൈവത്തിൻ്റെതാണ്. എന്ന് പറയാൻ ദൈവപിതാവിന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും. വേറൊരു ജാതിയിൽപ്പെട്ടവനായാൽ എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്. സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശി സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പരസ്പരം വീണ്ടും പറയണ റോമർ 13 വരുമ്പോൾ നമുക്കറിയാം, സ്നേഹത്തെക്കുറിച്ച് പറയാണ്, പരസ്പരം സ്നേഹിക്കുക എന്നൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. നമുക്കിതങ്ങനെയാണ്. എന്തെല്ലാം അവരെനിക്ക് അങ്ങനെ തരാം, ഇങ്ങനെ തരാനുണ്ട്, അവർ തരേണ്ട, അപ്പന് വീതം തന്നില്ല, അല്ലെ എൻ്റെ സഹോദരൻ കൂടുതൽ എടുത്തുകൊണ്ട് പോയി. നമ്മുടെ കടപ്പാടിന് എന്താ? വസ്തുതർക്കവും പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മുടെ കടപ്പാട്. നമ്മുടെ എന്ത് കടപ്പാടൊക്കെ മുറിച്ച് എന്താ അവരോ എനിക്ക് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. വചനം എന്താ? ദൈവവചനം പറയാണ്, സ്നേഹിക്കുക എന്നൊരു കടപ്പാട് നമുക്ക് ഉണ്ടാകരുത്. നിദ്ര വിട്ട് ഉണരേണ്ടെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന പോലെയാണ് നമ്മൾ ആത്മീയമായിട്ട്. ബോധം കിട്ടാതെ നമ്മൾ ഇന്ന് അനസ്തേഷ്യ കിടക്കുന്ന പോലെ ഒരു ബോധം എന്താ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവ് എന്താ ചെയ്യുന്ന ഒരു ബോധവും ഇല്ല. സാത്താൻ നമ്മളെ ഒരു അനസ്തേഷ്യയിലിട്ടിരിക്കുകയാണ്. സാത്താൻ പിശാച് നമ്മളെ ഒരു അനസ്തേഷ്യയിലിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഉണരുവിൻ. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണ്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ പരിത്യജ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നു. ഇന്ന് മറ്റൊരാളുടെ ശരീരം വെറും ലൈംഗികമായ സംതൃപ്തിക്ക് വേണ്ടി ആണും പെണ്ണും തമ്മിൽ ഇന്ന് സാത്താൻ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവികതയൊക്കെ പോയി സാത്താൻ്റെതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്നലെ പണ്ടും അങ്ങനെയായിരുന്നു. നമുക്കറിയാം, കർത്താവ് നമ്മളെ, പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ക്രൂശിലേക്ക് നോക്കുക. നമ്മൾ പ്രാർത്ഥനയുടെ തുടക്കം മുതൽ ഇന്ന് ലീന നമ്മളെ ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചാണ്. ഈ കർത്താവിൻ്റെ ഈ ഡിവൈൻ മേഴ്സി പ്രാർത്ഥന കടന്നു പോകുമ്പോൾ അവൻ നമുക്ക് വേണ്ടിയാണ്. നമ്മളെ സ്നേഹിച്ചതാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ അവൻ്റെ ഉള്ളിലായിരുന്നു, നമ്മളൊന്നും അറിഞ്ഞില്ല, അവൻ സഹിച്ചു. നമ്മുടെ കർത്താവായ റോമർ ഗലാത്യ 6 ഇങ്ങനെ 14 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. അത് പുതിയ ജെറുസലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സഭയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സൃഷ്ടിയാവുക എന്നാണ് പരമപ്രധാനം. ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ ആത്മാവിൽ നമ്മുടെ ആത്മാവിൽ ഇന്ന് യേശുക്രിസ്തു ജീവിക്കുന്ന ഒരു ജീവിതമാണ് സഭാജീവിതം. വീണ്ടും യേശുക്രിസ്തു ആത്മാവായി നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമ്മുടെ ഈ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് സഭാജീവിതം. ഇനിയുള്ളവരെ, യേശു നമ്മളിൽ എന്താ ആഗ്രഹിക്കുന്നത്? പലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന യേശുവിനെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ലേ? സഭയിൽ പ്രവർത്തിക്കണം, സുവിശേഷം പ്രസംഗിക്കണം, യേശുവിനെ സഹായിക്കല്ലേ നമ്മൾ ചെയ്തല്ലേ? നമ്മൾ യേശുവിനെ സഹായിക്കാൻ വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇല്ല, യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മളെ യേശുവിനൊന്ന് വിട്ടുകൊടുക്കുമോ എന്ന്. നമുക്ക് പരിപൂർണമായിട്ട് യേശുവിനെ സഹായിക്കാൻ പറ്റത്തില്ല. എന്നാൽ യേശുവിന് നമ്മളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ യേശു നമ്മിലൂടെ ചെയ്യും പല കാര്യങ്ങളും. നമ്മൾ എത്ര ചെയ്താലും യേശുവിനെ സഹായിക്കാൻ നമുക്ക് പറ്റില്ല, എന്തെല്ലാം ചെയ്താലും. എന്നാൽ നമ്മുടെ ഈ ജീവിതം യേശുവിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണെങ്കിൽ യേശു നമ്മിലൂടെ പൂർത്തിയാക്കും. അതിനായിട്ട് ആരാധന എന്ന് പറഞ്ഞാണ് പലപ്പോഴും നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ജീവിക്കുന്ന ബലിയായി, റോമർ 12:1-2, നിങ്ങളുടെ മനസ്സിൻ്റെ ജീവിക്കുന്ന ബലിയായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതെ വിശുദ്ധി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ നമ്മുടെ ഈ ജീവിതം വിശുദ്ധമായി ദൈവത്തിന് അടിയറ വയ്ക്കുക. ഇതാണ് ആരാധന.
നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരീകരണം പ്രാപിക്കുകയും. അപ്പോൾ ദൈവഹിതം എന്താണെന്ന് അറിയാൻ സാധിക്കും. അവിടെ റോമർ 12:2 പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇത് പറയാനാണ് എനിക്ക് കുറേ ഉണ്ട്. പൗലോസ് പറയാണ്, യേശുക്രിസ്തു ഫിലിപ്പിയർ 3 പറയുന്നുണ്ട് 22, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. നമുക്ക് പറയാൻ പറ്റും, ഞാൻ യേശുവിൻ്റെതാണ്. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി. കാരണം അവിടെ എത്തേണ്ടവരാണ്. നമ്മൾ ഈ ഭൂമിയിലാണല്ലേ. യേശുക്രിസ്തു ആത്മീയമായിട്ട് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തി. പക്ഷെ ഇപ്പോൾ നമ്മളെ ശരീരത്തിൽ ജീവിക്കുന്നവരാണ് ഇവിടെ. നമ്മുടെ ജീവിതം ഉന്നതത്തിലേക്ക് പലരും. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് സഭയിലാണ് നമ്മൾ പക്ഷേ ഇത് ചിന്തിക്കുന്നില്ല. ഫിലിപ്പിയർ 3:18 പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. കരഞ്ഞുകൊണ്ട് പൗലോസ് പറയാണ്, പലരും യേശുവിൻ്റെ കുരിശിന് ശത്രുക്കളായിട്ട് ജീവിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായതുള്ളത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, അതായത് വീണ്ടും വരുന്ന കർത്താവ്, അവൻ്റെ വീണ്ടും വരവിനെ കുറിച്ചാണ് നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മൾ അവനിലാണെങ്കിൽ അവനെപ്പോലെ രൂപാന്തരപ്പെടുന്ന നിത്യതയിലേക്ക് പ്രവേശിക്കാനുണ്ടാണ്. കൊളോസ്യ ലേഖനം ഞാൻ നിർത്തുവാണ് കേട്ടോ. കൊളോസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞില്ല, നമ്മൾ അവൻ്റെ ഉള്ളിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് കയറി യേശു ഇരിക്കുന്ന അവൻ്റെ ഉള്ളിൽ നമ്മളെന്നും ആണെങ്കിൽ, സഭയിലാണെങ്കിൽ, വിശുദ്ധിയിലാണെങ്കിൽ, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതങ്ങളിലുള്ള, ഭൂമിയിലുള്ള എന്താ പേര്, പണം, പ്രതാപം, സമ്പത്ത്, ഏക്കറുകൾ, സ്വത്ത്. നമ്മുടെ പ്രശ്നം അതല്ലേ. എനിക്ക് 1 സെന്റ് കുറഞ്ഞു പോയി അവിടെ, അല്ലെ അവർക്ക് 1 സെന്റ് കൂടുതൽ കിട്ടിയ സ്ഥലം, അല്ലെ എൻ്റെ അപ്പൻ എനിക്ക് വീതം കുറച്ച്. ഇതല്ലേ നമ്മുടെ പ്രശ്നമെന്ന് സാത്താൻ നമ്മളെ കുരുക്കിയിട്ടിരിക്കുകയാണ്. ചിലന്തി വലയിൽ കിടക്കുന്ന ഒരു ചിത്രശലഭം പോലെയാണ് നമ്മളിന്ന്. യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കട്ടെ. നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങൾ ലോകത്തെ സംബന്ധിച്ച് മൃതർ, എന്നാൽ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി വെക്കണം. നമ്മുടെ ജീവൻ ആത്മീയമായിട്ട് ക്രിസ്തുവിൽ നിഗൂഢമായ സ്ഥിതി. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് വീണ്ടും പറയാണ്, നിങ്ങൾ ഭൗമികമായതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്ക് അനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്, ദൈവവചനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എല്ലാ ജാതി ജനതകളിൽ യേശു എല്ലാവരെയും കൊണ്ടാണ് കുരിശിൽ തൂങ്ങുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട വാത്സല്യ ബാല്യങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റുള്ളവരുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയടക്കുന്ന പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി തിരുസഭയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധ പരമാധീവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ആമേൻ.